കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന കൂടെയുണ്ട് കരുത്തേകാൻ എന്ന പദ്ധതിയുടെ ഭാഗമായി ശുചിത്വ ബോധവൽക്കരണ ക്ലാസ് അണക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. സ്കൂളിലെ NSS യൂണിറ്റ്, സൗഹൃദ ക്ലബ് എന്നിവയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. നിയമം, ശുചിത്വം, ജീവിതമാണ് ലഹരി, കൗമാരക്കാരുടെ പ്രശ്നങ്ങൾ, റോഡ് നിയമങ്ങൾ, മാനസിക സുസ്ഥിതി എന്നിങ്ങനെ വിവിധ മേഖലകളിലായി നടക്കുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് കൂടെയുണ്ട് കരുത്തേകാൻ എന്ന പദ്ധതിയിലുള്ളത്. NSSന്റെയും സ്കൂൾ സൗഹൃദ ക്ലബ്ബുകളുടെയും നേതൃത്വത്തിൽ ഒരു മാസം നീളുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിച്ചത്. ഇതിന്റെ ഭാഗമായാണ് ആദ്യഘട്ടമായി അണക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. CG & AC കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ ജെയ്സൺ ജോൺ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ മോൻസി ജോസഫ് സ്കൂൾ തല ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺമാരായ ബാബു കുന്നോത്ത്, ടിബിൻ ജോർജ് എന്നിവർ ക്ലാസ് നയിച്ചു. വ്യക്തി ശുചിത്വം, കൈ കഴുകിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ നമ്മൾ ഈ അംഗൻവാടി തൊട്ടങ്ങ് തുടങ്ങുന്നു അല്ലേ? അംഗൻവാടി തൊട്ട് തുടങ്ങും. ചില തിരിച്ചറിവുകളുണ്ട്. ആ തിരിച്ചറിവ് വന്നു കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്നും മാറും. എന്താണ്? 2ൽ പഠിക്കുന്ന UKG പഠിക്കുന്ന കൊച്ച് ഒന്നും ഇടാതെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വിറ്റത്തോടെ നടക്കുക. അപ്പോഴാണ് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചേട്ടായിയുടെ ടീച്ചർ ക്ലാസ്സിൽ വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ ഈ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നവന് ആകെ സങ്കടം, ഈ കൊച്ചു പഠിക്കുന്നത് നടക്കുമല്ലേ, ചെറുതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവനൊരു വിഷമം. ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ ശുചിത്വ പ്രതിജ്ഞയെടുത്തു. സൗഹൃദ ക്ലബ്ബ് കോർഡിനേറ്റർ പേൾ ഈപ്പൻ, NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ അനു AV എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അണക്കര.